നമസ്കാരം. ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ ഗുരുജി. നിരവധി പേർ എനിക്ക് മെസ്സേജ് അയച്ചും കോൾ ചെയ്തും ഈ ഒരു ധർമ്മസങ്കടനത്തിന് പരിഹാരം വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒട്ടനവധി ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് ശത്രുദോഷം എന്ന് പറയുന്നത്. ഏത് ശത്രുദോഷവും എത്ര വലുതായാലും ശരി, അത് പമ്പ കടക്കുന്ന, അതിനെ ദൂരെ അകറ്റി നിർത്തുന്ന ഒരു പരിഹാര കർമ്മമാണിത്. വളരെയധികം ആൾക്കാർക്ക് ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ട് അവരുടെ അനുഭവത്തിൽ വളരെയധികം ഗുണമുണ്ടായിട്ടുണ്ട്. ശത്രുദോഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത്ര നിസ്സാരമല്ല. ആ ശത്രുദോഷം നമ്മളുടെ കുടുംബത്തെ, സമാധാനത്തെ തകർക്കും, നമ്മളുടെ പണലഭ്യതയെ തകർക്കും. പരസ്പരം സംസാരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ദേഷ്യം വരിക, രോഗങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക, പരസ്പരം ഇഷ്ടപ്പെടാതിരിക്കുക, കാര്യങ്ങൾ പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ധൃതിയും ദേഷ്യവും ഉണ്ടാവുക, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ആ കുടുംബത്ത് സംഭവിക്കുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം വല്ലാതെ അവിടെ സൃഷ്ടിച്ചെടുക്കും. അപ്പോൾ ആ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി മദ്യപാനത്തിലേക്കൊക്കെ പോകുന്ന ഗൃഹനാഥന്മാർ, അതുപോലെ മറ്റു നിവൃത്തികേടുകളിലേക്ക് പോകുന്ന ഭാര്യമാർ, മക്കൾ, ലഹരിക്കടിമയാകുന്ന ആൾക്കാർ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ ഒരു കുടുംബം സഞ്ചരിക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ളത് ഈ ശത്രുദോഷമാണ്. ശത്രുദോഷം എങ്ങനെ നമുക്ക് അകറ്റി നിർത്താം, അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 വെളുത്തുള്ളിയുടെ അല്ലി മതി. പഞ്ചഭൂതങ്ങളെ അതിൻ്റെ സാന്നിധ്യമായി കണ്ടുകൊണ്ട് 5 സാധനങ്ങളാണ് ഈ പരിഹാര കർമ്മത്തിന് വേണ്ടത്. ഒന്ന്, അത് 3, 5, 7 വെളുത്തുള്ളിയുടെ അല്ലിയാണ്. രണ്ടാമത് വേണ്ടത് ഉപ്പാണ്. മൂന്നാമത് 1 വറ്റൽമുളകാണ്. നാലാമത് വേണ്ടത് മഞ്ഞളാണ്. അഞ്ചാമത് വേണ്ടത് കരി. അങ്ങനെ ഈ 5 സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരട്ടയുടെ കനൽ കത്തിക്കണം. ചിരട്ടയുടെ കനൽ കത്തിച്ചുകൊണ്ട് അതിലേക്ക് കർപ്പൂരം ആദ്യം ഇടണം. കർപ്പൂരാഴി കൊണ്ട് ഏത് ദോഷത്തെയും നിഗ്രഹിക്കാൻ സാധിക്കും. അതിനുശേഷം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ വെളുത്തുള്ളിയുടെ അല്ലിയെടുത്ത് ആൻറ്റി ക്ലോക്ക് വൈസായി നമ്മളുടെ തലയ്ക്ക്, അതായത് ഘടികാര ദിശയുടെ ഓപ്പോസിറ്റ് ആണ് കറക്കേണ്ടത്. അത് 5 പ്രാവശ്യമാണ് ഈ വെളുത്തുള്ളിയുടെ അല്ലി ഉഴിഞ്ഞ് അത് ഈ ആഴിയിൽ നിക്ഷേപിക്കുക. അങ്ങനെ ഇതിലെ ഉപ്പ്, മുളക്, മഞ്ഞൾ, കരി, ഈ 4 സാധനങ്ങളും ഇതുപോലെ ഒഴിഞ്ഞുകൊണ്ട് ഈ കർപ്പൂര ആഴിയിലേക്ക് നിക്ഷേപിക്കണം. എന്നിട്ട് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഓം കിരാതമൂർത്തിയേ നമഃ എന്ന മന്ത്രം 7 തവണയാണ് ചൊല്ലേണ്ടത്. രണ്ടാമത് ചൊല്ലേണ്ടത് മന്ത്രം ഓം നമഃശിവായ എന്ന മന്ത്രമാണ്. മൂന്നാമത് നമ്മൾ ജപിക്കേണ്ടത് ഓം ഭദ്രകാളിയെ നമഃ എന്നാണ്. ശത്രുനിഗ്രഹത്തിന് ഏറ്റവും അനുയോജ്യമായ 3 ദേവതകളാണ് ഇത്. ശത്രുവിനെ നമ്മൾക്കറിയാമെങ്കിൽ ആ ശത്രുവിനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തി ചെയ്ത ശത്രുദോഷം മാറണമെന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രജപം നടത്തേണ്ടത്. വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും ഭക്തിയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നമ്മൾ ഈ മന്ത്രം ജപിക്കണം. അത് 7 തവണയാണ് മന്ത്രം ജപിക്കേണ്ടത്. അത് എണ്ണം തെറ്റാൻ പാടില്ല. എന്നിട്ട് ഈ കർപ്പൂര ആഴിയിൽ നിക്ഷേപിച്ച ഈ 5 സാധനങ്ങളുടെയും ചാരം ഒരു വെളുത്ത കോട്ടൺ തുണിയിൽ കെട്ടി പൂജാ റൂമിൽ സൂക്ഷിക്കുക. അതിനുശേഷം ആണ് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയണം. അത് കുളത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല, കെട്ടിക്കിടക്കുന്ന ജലത്തിൽ നിക്ഷേപിക്കാൻ പാടില്ല. ഒഴുകുന്ന വെള്ളത്തിൽ ആ ശത്രുദോഷം ഒഴുകിപ്പോകുമ്പോൾ നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം, സമാധാനം, പണലഭ്യത, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച, അങ്ങനെ നിരവധി ഐശ്വര്യങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്. വളരെയധികം സിമ്പിളായിട്ട്
ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര കർമ്മമാണ് ഇത്. വളരെ അധികം ശക്തിയുള്ള ദേവതകളാണ് ഈ 3 ദേവതകളും. ശ്രീ കിരാതമൂർത്തി ആയാലും ശരി, പരമശിവനായാലും ശരി, ഭദ്രകാളിയായാലും ശരി, ശത്രു നിഗ്രഹത്തിന് ഇത്രയേറെ ശക്തിയുള്ള മറ്റു ദേവതകളില്ല. എൻ്റെ ഉപാസനാമൂർത്തിയാണ് കിരാതമൂർത്തിയും ഭദ്രകാളിയും. അതിൽ ശിവൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ എല്ലാം നാഥനായ പരമശിവന് ശത്രു നിഗ്രഹത്തിനുള്ള അതിയായ ശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ശത്രുദോഷം അത് എത്ര തന്നെ വലുതായാലും ശരി, എത്ര വലിയ ശത്രുവായാലും ശരി, ആ ശത്രു ചെയ്ത ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തിയുള്ളതാണെങ്കിലും ശരി, നമുക്ക് അതിനെ കംപ്ലീറ്റായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്കത് ദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയായി വന്നിട്ട് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ പൂജാമുറിയിൽ വെച്ചിട്ട് ഇത് ചെയ്യുക. കിഴക്കോട്ട് തിരിഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയിലാണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. കുടുംബത്തിലെ നാഥനായ ഗൃഹനാഥയോ ആണ് ഈ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മക്കളും പേരക്കുട്ടികളും ഈ കർമ്മം ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ വളരെയധികം ശക്തിയുള്ള ഈ പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ വീട്ടിൽ പൂജാ റൂമിൽ വെച്ച് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ ഒന്നിച്ചിരുന്ന് പൂജാ റൂമിൽ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണെങ്കിലും ഗൃഹനാഥയോ മാത്രം ഈ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും എല്ലാവിധത്തിലുള്ള പണലഭ്യതയും സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം തന്നെ ലഭിച്ച് കുടുംബത്ത് നല്ലൊരു ഐശ്വര്യവും പൂർണ്ണതയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക.